നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാൻ AICC നിർദ്ദേശമുണ്ടായിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. AICC നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചു എന്ന വാർത്ത ശരിയല്ല. കുന്നംകുളം ചൂണ്ടലിൽ സ്കൂൾ ബസും കാറും കൂട്ടിയിടിച്ച അപകടം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. തൃശൂർ ജില്ലയിൽ വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം ആരംഭിച്ചു. വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് സെക്രട്ടറിമാർക്ക്. വാർത്തകൾ വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാൻ AICC നിർദ്ദേശമുണ്ടായിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. AICC നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചു എന്ന വാർത്ത ശരിയല്ല. AICC അത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകാറില്ല. അത് പ്രൊസീജിയർ അറിയാത്തതുകൊണ്ടാണ്. ഏതെങ്കിലും MLA, MP തുടങ്ങിയവരെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ കോൺഗ്രസിൽ പ്രാദേശിക പാർട്ടി ഘടകങ്ങൾ AICCയുടെ പെർമിഷൻ വാങ്ങണം. AICC അംഗമായാലും ഇതാണ് രീതി. രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇല്ല, അങ്ങനെ ചുമ്മാ വാർത്ത ഇല്ലാത്തതിന്റെ പേര് നാളെ ജാമ്യം ആയില്ലല്ലോ. അപ്പൊ ചുമ്മാ വാർത്ത കൊടുക്കുന്നു. AICC ഇങ്ങോട്ട് നിർദ്ദേശിക്കത്തില്ല. അതിന്റെ പ്രൊസീജിയർ അറിയാൻ പാടില്ലാത്തവരെ ഈ വാർത്ത കൊടുക്കുന്നു. AICCയോട് നമ്മൾ കാരണം ഒരു MLA, MP സസ്പെൻഡ് ചെയ്യണമെങ്കിൽ അതാത് പാർട്ടി ഘടകങ്ങൾ AICCയുടെ പെർമിഷൻ വാങ്ങണം. MLA, MPക്ക് മാത്രം, അല്ലെ പിന്നെ AICC അംഗമാണ്. അപ്പൊ ഇങ്ങനെ ഇവിടെ നിന്നൊരാൾ നടപടി വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെടണം, ശുപാർശ ചെയ്യണം. നമ്മൾ ശുപാർശ ചെയ്താൽ അവർ അനുമതി തന്നാൽ നമ്മൾ ചെയ്യാൻ പറ്റും. ഈ സസ്പെൻഷൻ കാര്യത്തിൽ പോലും KPC പ്രസിഡന്റ് ഞങ്ങളുമായിട്ടെല്ലാം ആലോചിച്ച ശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ച് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് സസ്പെൻഡ് ചെയ്തത്. അല്ലാണ്ട് അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് പറയില്ല. വാർത്ത കൊടുക്കുമ്പോൾ അതിന്റെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കൊടുത്താൽ നന്നായിരിക്കും. കുന്നംകുളം ചൂണ്ടലിൽ സ്കൂൾ ബസും കാറും കൂട്ടിയിടിച്ച അപകടം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ഇന്ന് രാവിലെ 9 മണിയോടെ ചൂണ്ടൽ പാലത്തിന് സമീപത്താണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്ത് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന സ്കൂൾ ബസും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റ സ്കൂൾ വിദ്യാർത്ഥിനികളെ കുന്നംകുളം സ്വകാര്യ ആശുപത്രിയിലും കാർ യാത്രക്കാരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കാർ യാത്രക്കാരുടെ നില ഗുരുതരമാണ്. കുന്നംകുളം കാണിപ്പയ്യൂരിൽ പെട്ടി ഓട്ടോറിക്ഷയും ഇന്നോവ കാറും കൂട്ടിയിടിച്ച് അപകടം. റോഡിൽ അലക്ഷ്യമായി തിരിച്ച പെട്ടി ഓട്ടോറിക്ഷയിൽ തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു. കാറിന്റെ മുൻഭാഗം തകർന്നു. അപകടത്തെ തുടർന്ന് ഗതാഗതം അല്പനേരം സ്തംഭിച്ചു. സംസ്ഥാനത്ത് പക്ഷിക്കടത്ത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇന്ന് പുലർച്ചെയാണ് 11 അപൂർവ ഇനം പക്ഷികളെ കസ്റ്റംസ് പിടികൂടിയത്. തായ്ലൻഡിൽ നിന്നാണ് ഇവയെ കൊച്ചിയിലേക്ക് കടത്തിയത്. പക്ഷികളെ പിന്നീട് വനം വകുപ്പിന് കൈമാറി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇന്ന് പുലർച്ചെയാണ് 11 അപൂർവ ഇനം പക്ഷികളെ കസ്റ്റംസ് പിടികൂടിയത്. ക്വാലാലംപൂരിൽ നിന്നെത്തിയ യാത്രക്കാരായ കുടുംബത്തെ എക്സിറ്റ് പോയിന്റിൽ വെച്ച് പിടികൂടുകയായിരുന്നു. ചെക്ക് ഇൻ ബാഗേജിൽ ഒളിപ്പിച്ചിരുന്ന പക്ഷികൾ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുടെ പട്ടികയിൽപ്പെടുന്നതാണ്. കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത കുടുംബത്തെയും പക്ഷികളെയും പിന്നീട് വനം വകുപ്പിന് കൈമാറി. വനം വകുപ്പ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. പക്ഷികളെ എത്തിച്ചത് കച്ചവട ലക്ഷ്യത്തോടെയാണോ എന്നും അന്വേഷിക്കുന്നുണ്ട്. മീഡിയ ടൈം, നെടുമ്പാശ്ശേരി. തൃശൂർ ജില്ലയിൽ വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനായി വോട്ടിംഗ് മെഷീനുകൾ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് സെക്രട്ടറിമാർക്കാണ് വിതരണം ചെയ്തു തുടങ്ങിയത്. തൃശൂരിലെ സ്ട്രോങ് റൂം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് തുറക്കുകയും വിതരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത്. 13,158 ബാലറ്റ് യൂണിറ്റുകളും 4,572 കൺട്രോൾ യൂണിറ്റുകളുമാണ് 3 ദിവസങ്ങളിലായി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തൃശൂർ, ഇരിഞ്ഞാലക്കുട വെയർഹൌസുകളിൽ നിന്നും നൽകുന്നത്. മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ പോളിംഗ് സ്റ്റേഷനുകളിൽ 1 കൺട്രോൾ യൂണിറ്റും 1 ബാലറ്റ് യൂണിറ്റും, ത്രിതല പഞ്ചായത്തിൽ 1 പോളിംഗ് സ്റ്റേഷനിൽ 3 ബാലറ്റ് യൂണിറ്റുകളും 1 കൺട്രോൾ യൂണിറ്റും ഉപയോഗിച്ചാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൃശൂരിലെ സ്ട്രോങ് റൂം വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് തുറക്കുകയും വിതരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്തത്. മീഡിയ ടൈം, തൃശൂർ. പൊയ്യ പഞ്ചായത്തിലെ കൃഷ്ണൻകോട്ട വാർഡിൽ BJP സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു എന്ന് BJP. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP പ്രതിഷേധ പ്രകടനം നടത്തി.
പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചതുകൊണ്ട് BJP സ്ഥാനാർത്ഥികളുടെ വിജയത്തെ തടയാനാകില്ല എന്ന് സമരം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന കൗൺസിൽ അംഗം KG മോഹനൻ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സഹിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ ഒട്ടനവധി കഥകൾ നമുക്ക് പറയാൻ കഴിയും. BJPയുടെ പ്രവർത്തകരെ തന്നെ വകവരുത്തിയ കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിലെ ജനങ്ങളൊക്കെ സാക്ഷരത നേടിയ ആളുകളാണ്. അല്പം വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകളൊക്കെ ഇന്ന് രാഷ്ട്രീയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ വളരെ അപൂർവമാണ്. ഇന്ന് മറ്റു സ്ഥലങ്ങളിലൊക്കെ വളരെ ശാന്തമായി പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് എല്ലാവരും തിരഞ്ഞെടുപ്പ് നേരിടുന്നത്. പക്ഷേ ഇങ്ങനെ ചില വിവരം കെട്ട, അതായത് യാതൊരു രാഷ്ട്രീയ ബോധവും ഇല്ലാത്ത, നമ്മളൊക്കെ പൊതുവെ പറയുന്ന അന്തംകമ്മികൾ എന്ന് പറയുന്ന കുറേ ആളുകളൊക്കെ ഇന്നും നമ്മുടെ കേരളത്തിൻ്റെ ചില മുക്കിലും മൂലയിലൊക്കെ ഉണ്ട്. പ്രസിഡന്റ് ആണ്ടവൻ തോപ്പിൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സമരത്തിൽ PK ഗോപി, ദീപേഷ് ദിവാകരൻ, ദിവ്യമോൾ, കാനാടി വിശ്വംഭരൻ, സോമൻ, പ്രസാദ് PT, സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാൻ AICC നിർദ്ദേശമുണ്ടായിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. AICC നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചു എന്ന വാർത്ത ശരിയല്ല. കുന്നംകുളം ചൂണ്ടലിൽ സ്കൂൾ ബസും കാറും കൂട്ടിയിടിച്ച അപകടം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 5 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. തൃശൂർ ജില്ലയിൽ വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം ആരംഭിച്ചു. വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് സെക്രട്ടറിമാർക്ക്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.